ഹായ് ഗൈസ്, ഞാനിന്നൊരു വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റുമായിട്ടാണ് വന്നേക്കുന്നത്. ന്യൂ ബോൺ ബേബീസ് ഉള്ള വീട്ടിൽ എല്ലാവർക്കും മിക്കവാറും ഇതൊക്കെ പോലത്തെ ഒരു ഗിഫ്റ്റ് ബോക്സ് എന്തായാലും കാണും. അപ്പോൾ ഇത് നമ്മൾ സാധാരണ വേസ്റ്റിൽ കളയുകയാണ് ചെയ്യുന്നത് പ്രോഡക്റ്റ്സ് എടുത്തതിന് ശേഷം. അങ്ങനെ അത് ഞാൻ കളയാൻ പോയപ്പോഴാണ് ഇതുകൊണ്ട് ഞാനൊരു ഡെക്കോർ ഐഡിയ ചെയ്താൽ എന്താണെന്ന് തോന്നിയത്. അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനതിൻ്റെ ഇങ്ങനത്തെ ബോക്സിൽ 2 സൈഡിൽ ഓപ്പണിങ്സ് കാണുമല്ലേ, ആ 2 സൈഡിലെ ഓപ്പണിങ്സ് ഞാനെന്നത് നമുക്ക് വേസ്റ്റ് അതായത് വേണ്ടാത്തത് കൊണ്ട് ഞാനതിനൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. 2 സൈഡിലും ഓപ്പൺ ചെയ്ത് അതിനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഈ 2 സൈഡും കൂടി ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു പോർഷനുണ്ട്. അവിടെ നമ്മൾ ഇതിനെ ഒന്ന് പിടിച്ച് വലിക്കുകയാണെങ്കിൽ അത് കീറി വരും. അതായത് നമുക്ക് 2 ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്കതിനിങ്ങനെ ഇതുപോലെ ആ ബോക്സിനെ ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പം അതിൻ്റെ ആ ഒരു പോർഷനിൽ ഇതിന് ആ ഒരു ലെങ്ത്ത് മെഷർ ചെയ്തിട്ട് അതിൻ്റെ ഒരു മിഡ് പോർഷൻ വെച്ചിട്ട് ഞാനതിനെ 2 പീസാക്കാൻ വേണ്ടിയിട്ട് മിഡ് പോർഷൻ വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് ലൈൻ വരച്ച് അതിനെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈൻ വരച്ചിടാണ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്ത പോർഷനിലൂടെ ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്തത്. അങ്ങനെ മാർക്ക് ചെയ്ത് ഞാൻ ആ ബോർഡിൽ നിന്നും ആ സൈഡിൽ നിന്ന് 2 പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി ഈ പീസിൻ്റെ ഇത്രയും ഒരു ലെങ്ത്ത് എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതും ഒന്ന് മെഷർ ചെയ്ത് എനിക്ക് ആവശ്യമുള്ള ലെങ്ത്തിലെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ഞാനൊന്ന് ജസ്റ്റ് മെഷർ ചെയ്ത് 2 കട്ട് ചെയ്ത പീസ് കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കത് സെയിം ലെങ്ത്തിൽ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കട്ട് ചെയ്ത പോർഷനും കൂടി ഞാൻ ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ലെങ്ത്ത് കുറയ്ക്കുകയാണ്. ഇനി ഈ സെയിം ഇതിൽ തന്നെ ഞാൻ വേറൊരു ബോക്സിൽ എനിക്ക് വേറെ 2 പീസ് കൂടി വേണം. സോ സെയിം പോർഷൻസിന് എടുക്കുന്നു. അങ്ങനെ 4 പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി ഇതിൻ്റെ ബാക്ക് പോർഷൻ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബുക്ക് പേപ്പറാണ് എടുക്കുന്നത്. വലിയൊരു ബുക്കിൻ്റെ പേപ്പറാണ്. നിങ്ങൾക്ക് A4 സൈസോ ചാർട്ട് പേപ്പറോ വേറെ കളർ പേപ്പറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്ത് അതിനെ കവർ ചെയ്തെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ബാക്കിലൊരു ഗമ്മ തേച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ ഗ്യാപ്പിട്ട് ഈ 2 ഇതും ഒരു പേപ്പറിൽ ഞാൻ ഗ്യാപ്പിട്ട് ഒട്ടിക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ബാക്കി പോർഷൻസ് ഉള്ളിലേക്ക് മടക്കി സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന പോർഷൻ ആ എഡ്ജസ് കവർ ചെയ്ത് ഉള്ളിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനതിനെ ഇങ്ങനെ ഗ്യാപ്പിട്ട് ഒരു പേപ്പറിൽ 2 ഇതെന്നുള്ള രീതിക്ക് ഒട്ടിച്ചെടുത്ത്. എന്താ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തുമ്പോൾ നമുക്കിതിൻ്റെ ചുറ്റും ഇതേപോലെ 4 സൈഡിലും നമുക്കൊരു എക്സ്ട്രാ പോർഷൻ പേപ്പർ ബാലൻസ് വരും. ഈ ബാലൻസ് പേപ്പറിനെ ഞാൻ പിന്നെയും ഗ്ലൂ യൂസ് ചെയ്ത് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാനതൊന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കുകയാണ്. കാരണം നമുക്കതാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യം വരത്തില്ല. ആ എൻഡിൽ എന്തെങ്കിലും നമ്മൾ കട്ട് ചെയ്തതിൻ്റെ വൃത്തിയിടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഉള്ളിലോട്ടൊന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഗ്ലൂ ഉപയോഗിച്ച് തന്നെയാണ് ഒട്ടിക്കുന്നത്. ഇതുപോലെ ഒരു പീസല്ല, ഞാൻ 4 പീസിലും അതേപോലെ ഞാൻ ഇത് ഒട്ടിച്ച് നന്നായിട്ട് നീറ്റായിട്ട് ആ പേപ്പർ കൊണ്ട് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾ നോക്കിയാൽ അറിയാം, അതിൻ്റെ ഒരു ഷെയ്ഡ് ഇപ്പോഴും നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു ഷെയ്ഡ് മറയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് ആ ഒരു ഇതിന് മറയ്ക്കാനായിട്ട് ഞാൻ പിന്നെയും വേറൊരു കളർ പേപ്പർ, ഞാനൊരു ലൈറ്റായിട്ടുള്ളൊരു ക്രീം പോലത്തെ കളർ പേപ്പറാണ് എടുത്തത്. അപ്പോൾ ആ കളർ പേപ്പർ വെച്ച് അതിൻ്റെ പുറത്തോട്ട് ഞാനൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് പേസ്റ്റൽ കളേഴ്സാണ് സെലക്ട് ചെയ്യുന്നത്. ഫെവിക്കോളിൻ്റെ തന്നെ 6 പേസ്റ്റൽ കളേഴ്സ് വരുന്ന ഇതിൽ അതിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഷെയ്ഡ്സ് 4 ഷെയ്ഡ് ഞാൻ എടുക്കുവാണ് കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 4 ഷെയ്ഡ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് ഞാനൊരു സ്പഞ്ച് ഉപയോഗിച്ച്, അതാകുമ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് നമ്മുടെ കാര്യം നടക്കും. ഒരു സ്പഞ്ച് ഉപയോഗിച്ച് കുറച്ച് പെയിൻറ്റ് അതിൽ ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ സ്പഞ്ച് ഉപയോഗിച്ച് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും. നമുക്ക് വേഗം അതിൻ്റെ അകത്ത് എഴുതാനും പറ്റും. അപ്പോൾ ഡ്രൈ കിട്ടിയതിനെ ഇനി അതിലേക്ക് എനിക്ക് ആവശ്യമുള്ള കോഡ്സ് ഞാൻ ആദ്യം ഒന്ന് പെൻസിൽ യൂസ് ചെയ്താണ് എഴുതിയെടുക്കുന്നത്. അത് പെൻസിൽ വേണ്ട ഡയറക്റ്റ് പെയിൻറ്റ് യൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്നുള്ളവർക്ക് കാലിഗ്രഫി പോലെ ഡയറക്റ്റ് പെയിൻറ്റോ ബ്രഷ് പെന്നോ എന്ത് വേണോ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. എനിക്ക് എഴുതിയ രീതിയിൽ ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനി ഞാൻ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസിന് വേണ്ടി ഞാൻ പഞ്ച് ഉപയോഗിച്ച് ഞാൻ കട്ട് ചെയ്തെടുത്ത ഇതാണ്. അതുപോലെ സ്റ്റിക്കേഴ്സ് ഞാൻ യൂസ് ചെയ്ത് എൻ്റെ കയ്യിലിരുന്ന സ്റ്റിക്കേഴ്സ് എല്ലാം യൂസ് ചെയ്ത് അതിനെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഈ 4 പീസിനെയും നമ്മൾ എഴുതിയ ഒരു കോഡ്സിൻ്റെ ഏത് അറേഞ്ച്മെൻറ്റിലാണോ വേണ്ടത് ആ ഒരു അറേഞ്ച്മെൻറ്റിൽ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളതിനെ നേരെ കമഴ്ത്തി വെച്ചതിന് ശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് തൊട്ടിലിൻ്റെ
കയറുണ്ടല്ലോ, ഊഞ്ഞാല കെട്ടാൻ തൊട്ടിൽ കെട്ടാൻ യൂസ് ചെയ്യുന്ന കയറിൻ്റെ ഒരു പീസാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിൽ, അതായത് എങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യണം. അതായത് ഒരു ഡിസ്റ്റൻസിൽ ആ പീസസ് അറേഞ്ച് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്താണ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, എന്ത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. B7000 ഫെവിക്കോളോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ് തന്നെ ഉപയോഗിക്കാം. ഇനി അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ക്ലിയർ സെലോ ടേപ്പ് ആയിരുന്നാലും മതി. ഇനി ഞാനതിൽ ഒട്ടിച്ചിട്ട് ബാക്കി വരുന്ന പോർഷൻ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ആ കയറിൻ്റെ മാറ്റിയതിന് ശേഷം ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം ഞാനിവിടെ കുറച്ചുകൂടെ ഒന്ന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ സെല്ലോ ടേപ്പോ മാസ്കിംഗ് ടേപ്പോ എന്തുകൊണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഓപ്ഷണലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് ഒന്ന് സെക്യൂർ ചെയ്യുന്നുണ്ട്. ആ ജോയിൻസിലെല്ലാം, എല്ലാ ജോയിൻസിലും ഞാൻ സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് ഒന്ന് സെക്യൂർ ചെയ്ത് വയ്ക്കുന്നുണ്ട്. കാരണം കുറച്ചുകൂടി നമുക്കൊന്ന് പെർഫെക്റ്റായിട്ട് അതൊരു നമുക്കൊരു ബലത്തിൽ അത് ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് ഞാൻ പറഞ്ഞ പോലെ വെറും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഡോറിലോ വോളിലോ എവിടെയെന്ന് വെച്ചാൽ ഹാങ് ചെയ്ത് ഇടാവുന്നതാണ്.